നമ്മൾ പി വി അൻവറിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് നിലമ്പൂരിലെ രാഷ്ട്രീയം ഒന്ന് പരിശോധിക്കാം. 1965 ഇടതുപക്ഷത്തെ അല്ലെങ്കിൽ CPM സ്ഥാനാർത്ഥിയായി കെ കുഞ്ഞാലിയാണ് ആദ്യമായി നിലമ്പൂർ നിയോജക മണ്ഡലം ഉണ്ടായ ശേഷം ജയിക്കുന്ന MLA. 1967 അദ്ദേഹം തന്നെ വിജയിച്ചു. പിന്നെ ഞാൻ പറയണ്ടല്ലോ, അദ്ദേഹം രക്തസാക്ഷിയായി, അദ്ദേഹത്തിനെ കൊന്ന ആളുകളെയൊക്കെ നിങ്ങൾക്ക് അറിയാമെന്നാണ് എൻ്റെ വിശ്വാസം. ഒന്നും സംഭവിച്ചില്ല. പക്ഷേ 1970 നിലമ്പൂർ നിയോജക മണ്ഡലം കോൺഗ്രസ് തിരിച്ചു പിടിച്ചു. MP ഗംഗാധരൻ അവിടെ നിന്ന് കോൺഗ്രസിൻ്റെ സീറ്റിൽ ജയിച്ചു. 1977 ആര്യാടൻ മുഹമ്മദ് നിലമ്പൂർ നിലനിർത്തി. 1980 ഹരിദാസ് എന്ന് പറഞ്ഞ ആളാണ് MLA ആയത്. 1982 TK ഹംസ വന്നു. 1987 ആര്യാടൻ വന്ന ശേഷം ഏതാണ്ട് 2011 വരെ, 1987 മുതൽ 2011 വരെ ആര്യാടൻ തന്നെയായിരുന്നു നിലമ്പൂരിൻ്റെ MLA. 2016 ആര്യാടന് പകരം അദ്ദേഹത്തിൻ്റെ മകൻ ആര്യാടൻ ഷൗക്കത്ത് സ്ഥാനാർത്ഥിയായി. CPM സ്വതന്ത്രനായി PV അൻവർ നിന്നു. 11,504 വോട്ടിന് ഭൂരിപക്ഷത്തോടെ അൻവർ ജയിച്ചു. 2021 വീണ്ടും LDFിൻ്റെ തരംഗത്തിൽ PV അൻവർ ജയിച്ചു. പക്ഷേ 11,504 വോട്ട് കഴിഞ്ഞ ഇലക്ഷനിൽ ഭൂരിപക്ഷം വാങ്ങിയ ആൾ 2,300 വോട്ട് വാങ്ങി ജയിച്ചു.